എന്റെ അമ്മ കോപ്പി അടിക്കണ പറഞ്ഞാ അന്തമാതിരി എന്താ പറയാ ഇവനങ്ങ് മാറ്റി ഇവനുള്ളൊരു കമ്പനി ഇനി വേണ്ട അങ്ങനെ പറയാൻ മാത്രമുള്ള വലിയ പ്രശ്നമൊന്നല്ല. എനിക്ക് കോപ്പിയടി വലിയൊരു തെറ്റായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. അതെ, കോപ്പിയടി പറഞ്ഞ എല്ലാരും ലൈഫിലും ഒരു പ്രാവശ്യെങ്കിലും മേ ബി ചെയ്തിട്ടുണ്ടാവാം. ഡിപ്പെൻസ്. ഒരു പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം, മിനിമം ഒരു പ്രാവശ്യം. കാരണം ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാല് ഇത് ആൾക്കാര് ലീല ടീച്ചറിനെ എന്താ കോപ്പിയടി പ്രൊമോട്ട് ചെയ്യുന്നു പറയരുത്. ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷ എഴുതുമ്പം നമ്മൾ ഒറ്റയ്ക്ക് എഴുതണം അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക്, നമുക്ക് ആരോട് ചോദിക്കാൻ പാടില്ല, വേറെ ഒന്നും റെഫർ ചെയ്യാൻ പാടില്ല, നമ്മൾ ആ ഒരു ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കണം, ഇങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ നമ്മള് റിയൽ ലൈഫില് തോന്നി ഫേസ്ബുക്കിലെ വീഡിയോ എടുത്തോണ്ടിരാണ്. ഫേസ്ബുക്കിലുണ്ട് ഇതേ വീഡിയോ ഒരാള് പറയണത്. പോടാ, ഗ്രേറ്റ് മൈൻഡ്സ് തിങ്ക് അലൈക്ക്. ഞാൻ ഫേസ്ബുക്കേ യൂസ് ചെയ്യാറില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ എന്റെ സ്വന്തമായ ലൈഫ് ഒബ്സർവേഷൻ കണ്ടെത്തിയ എന്റെ തോട്ട്സ് ആണ്. റിയൽ ലൈഫിൽ അങ്ങനെയല്ല. റിയൽ ലൈഫ് ഫുൾ ടീം വർക്കാണ്. നമുക്ക് നമ്മള് ടീം വർക്കാണ്. നമുക്ക് അറിവുള്ള ആൾക്കാരോട് നമ്മൾ പോയി ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വാക്കുകളാണ് ഫേസ്ബുക്കിൽ അങ്ങേരും ആ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് എന്റെ സ്വന്തമായ ഒപ്പീനിയനാ. റിയൽ ലൈഫിൽ നമ്മൾ ബാക്കിയുള്ളവരോട് ചോദിക്കുക, അതുപോലെ അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ ഇതിനെ നമ്മൾ കിട്ടുന്ന എല്ലാ സ്ഥലത്തുനിന്നും മെറ്റീരിയൽസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒറ്റക്കല്ല. നമുക്ക് ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈം ലിമിറ്റിൽ മെമ്മറൈസ് ചെയ്തിട്ട് ചെയ്യല്ല, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. അപ്പൊ ഒരു റിയൽ ലൈഫിന്റെ സിമുലേഷൻ എന്ന് പറഞ്ഞാല് കോപ്പിയടിയാണ് അല്ലേ? കൊളാബറേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. അതെ. പിന്നെന്താ വെച്ചാൽ ഈ സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യന് ഒറ്റൊരു കറക്റ്റ് ആൻസറേ ഉള്ളൂ. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. നമുക്ക് ഒരു പ്രോബ്ലത്തിന് പല സൊല്യൂഷൻസും ഉണ്ട്. പല രീതികളിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്താം. അങ്ങനെ പിന്നെ എപ്പോഴും നേരെ പോന്നുള്ള രീതിയിലല്ല ലോകം ഫങ്ഷൻ ചെയ്യാം. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി, അത് റിയാലിറ്റി അതാണ്. അതെ.